ഹലോ, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ തോരനാണ്. അതിന് വേണ്ടി ഒരു കപ്പ് ചെറുപയറെടുത്ത് 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു കുക്കറിൽ 2 വിസിൽ വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഒരു അരമുറി തേങ്ങയാണ്. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. പിന്നെ എരിവിനനുസരിച്ച് 4-5 പച്ചമുളക് ചേർക്കുക. ഞാനിവിടെ 5 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ 2 അള്ളി വെളുത്തുള്ളി ചേർക്കണം. പിന്നെ വേണ്ടത് കുറച്ച് നല്ല ജീരകം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 1/4 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഒരു പിഞ്ച് നല്ല ജീരകം ചേർത്താൽ മതി. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആ കളറൊന്ന് മാറുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കി അത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച്, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. കുറച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഒരു കുറച്ച് സവാള കുഞ്ഞായി അരിഞ്ഞതും വറ്റൽമുളകും കൂടെ ചേർക്കുക. കറിവേപ്പില ചേർക്കാം, ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് ചേർത്തില്ല. വറ്റൽമുളകിന് പകരം ഞാനിവിടെ ഉണ്ടമുളകാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഉണ്ടമുളക് ഉണക്കിയെടുത്തതാണിത്. നല്ല ടേസ്റ്റ്, അതുകൊണ്ട് ഞാനത് കീറി ഇങ്ങനെ ഇടുന്നത്. അതും സവാളയും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഒത്തിരി വഴന്ന് പോകണ്ട, ഈ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ചെറുതായിട്ട് ഈ തോരനകത്ത് സവാള കടിക്കുന്നത് നല്ലതാണ്. അതിനകത്തോട്ട് ഈ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ജീരകവും വെളുത്തുള്ളിയെല്ലാം ചേർത്ത കാരണം അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയറും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കുക. ഈ ചെറുപയറിൽ നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്താലും കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഞാനൊരു 2-3 മിനിറ്റ് 3 മിനിറ്റോളം ഇത് ഇളക്കി കൊടുത്തായിരുന്നു. വെള്ളമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി നടുക്കോട്ടൊക്കെ വെച്ച് നല്ലതായിട്ട് ഇതുപോലെ യോജിപ്പിച്ച്, പിന്നെ വെള്ളം മാറി കഴിയുമ്പോഴത്തേനും ഒന്നും കൂടെ നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. ഇതുപോലെ ഒതുക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെക്കണം. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചെറുപയർ തോരൻ റെഡിയാവും. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.